നമ്മുടെ അഭിശ്രീകുട്ടൻ വന്നിട്ടുണ്ട് ബിഗ് ബോസിലെ അഭിശ്രീകുട്ടന് എന്താണ് പറയാനുള്ളത് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അഭിശ്രീകുട്ടൻ ഫാമിലി ബ്ലോഗായിട്ട് വരുന്നത് ആരെങ്കിലും കുറ്റം പറയാനായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടിട്ടുണ്ടോ, ആ കമന്റും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് അവനെ നാലിപ്പ് വർത്താനം പറഞ്ഞിട്ട് ഓടിക്ക് വരുന്നതാണ് അഭിശ്രീകുട്ടനും ഫാമിലിയും ചെയ്യുന്നത്. ഭാര്യയൊന്നുമില്ല, വേറെ കണ്ടന്റുകളൊന്നും ഇല്ലാന്നേ. അവർക്ക് വേറെ കണ്ടന്റുകളൊന്നും നോക്കാനില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നത് ആ കണ്ടന്റാണ്. അതായത് നമ്മുടെ ബിഗ് ബോസിൽ വന്ന അഭിശ്രീ എന്ന് പറയുന്ന മാന്യുണ്ട്. ആ മാന്യൻ്റെ ചില നിമിഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇവനെന്താടേ പറയുന്നതെന്ന് ആലോചിച്ച് പോകും. അതായത് ഇപ്പോഴവന് വന്ന ഒരു കമൻറ്റ് അവർ റിയാക്ട് ചെയ്യുകയാണ്. അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന വീഡിയോസിൽ ഒരു കമൻറ്റ് അവൻ റിയാക്ട് ചെയ്യുന്നു. അതായത് അവനോടെല്ലാവരും നല്ലത് പറയണം എന്നാണ് അവൻ പറയുന്നത്. അതായത് അവൻ പറയുന്ന കാര്യം നോക്കാം. സീരിയസ്ലി പറയാൻ ഇതിപ്പോ തമാശയായിട്ട് ഒന്നും പറയുന്നതല്ല. ഇങ്ങനെ പറയാനില്ല. ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക്. അത് ഈ ചെറുക്കരി അല്ല, ഇവനൊക്കെ കണ്ടന്റ് വേണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ പറയേണ്ടത്? അതായത് ഏതോ ഒരു വട്ടവളി എൻ്റെ സംശയം എന്താ അറിയാം, ഇവൻ തന്നെ പോയിട്ട് കമന്റ് ഇടുന്നതാണെന്നോന്നാ എൻ്റെ സംശയമായിരുന്നേ. ഇവൻ തന്നെ പോയിട്ട് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ഇവൻ തന്നെ റിയാക്ട് ചെയ്യുന്നതാണോ എന്നാണ് ഇപ്പോഴെൻ്റെ സംശയമായിരുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെ പറയുക, ഇവനൊക്കെ എന്തൊരു മനുഷ്യനാണ് ഇത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമ്മാതിരി തൊട്ടിത്തരൊക്കെ പറയുക. ഇവൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഫാമിലി വ്ളോഗർമാരാണെന്ന് പറയുന്നുണ്ട്, സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഭാര്യേനെ അടുത്തിരുത്തിയിട്ടാണ് ഇമ്മാതിരി കോപ്രായങ്ങൾ മുഴുവൻ പറയുന്നത്. എന്തോ നാടേ ഇത്, അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അതായത് ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ നിന്റെ ഇതേ സ്വഭാവം കൊണ്ടാണ് നീ പുറത്തു പോയത്. അത് നീ ആദ്യം ആലോചിക്കുക, എന്നിട്ട് നീ നന്നായോ? അത് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ പ്രഹസനങ്ങളാണ്. അല്ല, ഒരു കാര്യം മനസ്സിലായിക്കൂടെ, എന്തൊക്കെ നമുക്കിപ്പോൾ കണ്ടന്റ് ഉണ്ട്. പറയുന്നവൻ അങ്ങ് പറഞ്ഞോട്ടെ. നിന്റെ വീട്ടിലുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് വെളിയിലിടും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങും, എങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ കാണിക്കാണ്ടെന്നൂടെ. ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയുന്നതാണ്, നിങ്ങൾക്ക് കമൻറ്റ് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കരുത്. കാരണം നമ്മുടെ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ഉണ്ടാകും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ അഭിശ്രീ എന്ന് പറയുന്നവന് വന്ന കമൻറ്റ്, ആ കമൻറ്റ് ഒളിയോ കൊണ്ടാണ് ഇവനൊക്കെ കഞ്ഞു കുടിക്കുന്നത്. അതായത് നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നും പെട്ടെന്നൊന്നും ഇവൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണൂല. പക്ഷേ ഈ കമൻറ്റ് ഒളി അവൻ എന്തെങ്കിലും പറയണല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും പറയും, അവൻ കാണും. അങ്ങനെയാണ് അവന് പൈസ കൂടുന്നത്, വ്യൂസ് കൂടുന്നത്. അത് മനസ്സിലാക്കാതെ കമന്റോളിയെ വന്ന് നിരന്തരമായിട്ട് എന്തിനാണ് അവഹേളിക്കുന്നത്? കമന്റോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉള്ളത് കൊണ്ടല്ലോ നിങ്ങൾക്ക് കഞ്ഞു കുടിച്ചു പോകുന്നത്. അല്ലാതെ പുതിയ പുതിയ കണ്ടന്റുകളിൽ എത്രയുണ്ട്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാളൊരു വെല്ലുവിളി കണ്ടിട്ട്, എന്താന്ന് ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞു, ഇനിയിപ്പോഴും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോകും, അങ്ങനെ എന്തോ പറഞ്ഞ വെല്ലുവിളികൾ. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം എവിടെയോ ഉണ്ട് രണ്ട് പേർക്കോ. അതായത് ഒന്നുകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു എന്താ പറയുക, ഒരു അസൂയുണ്ട്, അല്ലെങ്കിൽ കുശുമ്പുണ്ട്. ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ അഭിശ്രീ ബ്ലോഗിൻ്റെ ഒരു എന്താ പറയുക ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ. അതായത് ഫാമിലികളെ കാണുന്ന ബ്ലോഗിലാണോടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഏതോ ഒരു വേട്ടാവളി ഞാൻ പറഞ്ഞതല്ലേ. നമ്മൾ ആരെങ്കിലും ചോദിക്കോടെ, നമ്മളൊക്കെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള എന്താ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവരോടൊക്കെ നമ്മൾ പോയിട്ട് ചോദിക്കോടോ, നിൻ്റെ മക്കൾ ഇങ്ങനെയാണോ ചോദിക്കോ? അതുപോലെ തന്നെ നമ്മളെ പക്രുചേട്ടനെ നമ്മൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ പക്രുചേട്ടൻ മകളെ എങ്ങനെയാണെന്ന്? അങ്ങേര് പറയുന്നതല്ലേ നമ്മൾ കേൾക്കാറുള്ളൂ. അങ്ങേരൊക്കെ പോയിട്ട് ആരെങ്കിലും മോശം കമൻറ്റ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും ഇല്ലേ. ഇവന് മാത്രം എന്താ ഇങ്ങനെ ഒരു കമൻറ്റ് വരുന്നത്? പക്രുചേട്ടനെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ നടൻ ബാലകൃഷ്ണൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, അയാൾക്ക് നല്ല മക്കളുണ്ട്, അയാൾ നല്ല ഹൈറ്റുള്ള മക്കളാണ്. അയാളോട് ആരെങ്കിലും പോയി ചോദിക്കുന്നുണ്ട് ബാലകൃഷ്ണനായിട്ട് നിങ്ങളെ മക്കൾ എങ്ങനെയായിരിക്കും? ഇല്ലല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൊരു പ്രശ്നങ്ങൾ. ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് അത് ഒരു തരത്തിൽ ഇയാൾക്ക് തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ ഇയാൾ രാത്രി അമ്പിയായിട്ട് വന്നിട്ടൊരു കമൻ്റ് ഇടും, പിന്നെന്ന് പറഞ്ഞാൽ മറ്റേ ഇതായിട്ട് വന്നിട്ട് നമ്മൾ അന്യം സിനിമ പോലെയാണ്, അമ്പി ഒരു ഇതിൽ വേറെ ഒന്നും ഒരു ഇതിൽ. അല്ല, എന്തിനാ ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലടോ. ആരാ ചോദിക്കേണ്ടതോ? ആരാ കുഞ്ഞിനോടുള്ള അങ്ങനെ ചോദിക്കേണ്ടത്? അങ്ങനെ ചോദിക്കുന്നവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കും മനുഷ്യരാവില്ല, ഏതെങ്കിലും മൃഗമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ജീവികളോ ആയിരിക്കും. അതങ്ങ് വിട്ടൂടെ? അല്ലാതെ അതിൻ്റെ പുറകിൽ തന്നെ പോയിട്ട് അയ്യോ അവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, എനിക്കെന്നാ ഒരു കണ്ടന്റാണ്. എന്തിനാണ് വെറുതെ എങ്കിലും ആ കുഞ്ഞിനെയും കൂടി ഇങ്ങനെ പറയിക്കുന്നത്? ആ കുഞ്ഞ് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് നിന്നോട്ടല്ലായിരുന്നു, എന്തിനാ വെറുതെ അതിനെയും കൂടി ഇതിൻ്റെ അകത്ത് വലിച്ചിട്ട് എന്തൊക്കെയാ കുഞ്ഞ് നിൻ്റെ കാല് പോലെയാണ് കുഞ്ഞിൻ്റെ കാല് എന്തൊക്കെയാ പറയുന്നത്? ഇനി അങ്ങനെ പറയുന്നവൻ അവിടുന്ന് പറഞ്ഞിട്ട് അവൻ്റെ വായി തുന്നിക്കെട്ടാൻ പറ്റുമോ?
ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ എത്ര ആൾക്കാരുണ്ട്. നമ്മൾ ആരോടെങ്കിലും പോയി ചോദിക്കോ? നാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും ഒരു സ്നേഹം മാത്രമേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും ചോദിക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളെ മക്കൾക്കുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമോ? നമ്മൾ ഒരിക്കലും പോയി ചോദിക്കത്തില്ല. പക്ഷേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ അറിയുക, ഇങ്ങനെയൊക്കെ ചോദിച്ച് പൊക്കി പിടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കമൻറ്റിൽ കണ്ടിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കണം. ആ വീഡിയോക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് റീച്ചും ലൈക്കും പിന്നെ സഹതാപവും ഇതെല്ലാം വേണം. അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തിനാ ഇങ്ങനെ ഇവൻ തന്നെ പറയാം എനിക്ക് സഹതാപം വേണ്ട ഇത് വേണ്ടാന്ന്. പക്ഷേ ഇവ പകുതി വീഡിയോ എടുത്ത് നോക്കിയാൽ സഹതാപത്തിന് വേണ്ടിയിട്ട് പിന്നെ കരച്ചിലും വീഴ്ചലും. ഞാൻ പറഞ്ഞല്ലോ ഈ എന്താ പറയുക ഫാമിലി വ്ളോഗേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് വിടാതിരിക്കും. അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇതാവുമ്പം തന്നെ പറയുവാർന്ന് അയ്യോ ഇതായിന്ന്. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കലാണ്. പൈസ ഉണ്ടാക്കുന്ന ത്വരിതയാണ്. അതിൻ്റെ ഇടയിൽ കണ്ണേറുകളും മറ്റേതും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വെച്ചുള്ള ഈ വ്ളോഗുകൾ വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായങ്ങൾ. അതായത് കുഞ്ഞുങ്ങളെ കാണിക്കുക. ഇപ്പം ചില ആൾക്കുള്ള പരിപാടിയാണ് എന്താ വെച്ചാൽ പ്രസവം മുതൽ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണിച്ച് പൈസ ഉണ്ടാക്കുക. അതായത് ഈ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 വയസ്സ് വരെ ഇവർക്ക് ബുദ്ധി വന്നു കഴിഞ്ഞാൽ ആദ്യ ചികിട്ടത്തടിക്കുന്ന ഈ വ്ളോഗ് ചെയ്ത തന്തേനെയും തള്ളേനെയും. ഇപ്പോൾ ഉറപ്പാണ്. കാരണം ചേട്ടാ എൻ്റെ അനുവാദം ഇല്ലാതെ എന്തിനാടാ എന്നിങ്ങനെ നാറ്റിച്ചതെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ട്. അതായത് അവർക്കിപ്പം ബുദ്ധിയൊന്നും ഉണ്ടല്ലോ, അവർക്ക് ചോദിക്കാനും പറയാനും പറ്റൂല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശ്രീകാന്തില്ലേ എന്താ വെച്ചാൽ നമ്മളെ അശ്വതി ശ്രീകാന്ത് എന്താ പറഞ്ഞത്? പിന്നെ അശ്വതി ശ്രീകാന്തിൻ്റെ മകളെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് എടുത്തു. അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു, ദേഷ്യം വന്നു. എന്തിനാണ് വെറുതെ എന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും വീട്ടിലെ അവസ്ഥ. പക്ഷേ അവർക്കത് മനസ്സിലാവില്ല. അവർക്ക് എന്താ അറിയാം, പരമാവധി കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല റീച്ചാന്ന് ചാനലിലുള്ള കാര്യം എന്താ പറയുന്നതിന്. ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യും. ആ റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കേൾപ്പിക്കുക. അല്ലാതെ എന്തോന്നട ഇത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കൊടുക്കാൻ പോണ അത് നിങ്ങളൊന്ന് പറ. സ്വന്തം കുഞ്ഞിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ ഇവനൊന്നും കുറച്ച് ഉളുപ്പുണ്ടോ? അത് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മളൊന്ന് സ്വപ്നത്തിൽ പോലും അങ്ങനെ പിന്നെ വിചാരിക്കാതെ എന്താ പറയുക പറയാത്ത കാര്യങ്ങളായിരിക്കും. ഏതോ വേട്ടാവിളിയും വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവനെ തന്നെയാണ് സംശയം. ഇവർ തന്നെ വേറെ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ട് അതിനെതിരെ അങ്ങ് റിയാക്ട് ചെയ്താൽ പോരെ? അങ്ങനെയും മതിയല്ലോ. അല്ലാതെ മനുഷ്യനായി പറഞ്ഞവനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തൊട്ടിത്തര ചോദ്യമൊന്നും ചോദിക്കുന്ന എനിക്ക് തോന്നേ ഇല്ല. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു കൈയുണ്ട്. അത് തന്നെയാണ് എൻ്റെ പൊന്നി എങ്ങയ്യ. നല്ല കണ്ടൻറ് എത്രയുണ്ട്, അതൊക്കെ കൊണ്ടുവന്നൂടെ എനിക്ക്. എത്ര കണ്ടൻറ്റുകളുണ്ട്, അതൊക്കെ കൊണ്ട് കാണിക്കും നമ്മളാ. അല്ലാതെ ഇമാതിരി എപ്പോഴും നോക്കിയാൽ വെല്ലുവിളിയും കരച്ചലും പേഴ്ച്ചലും എന്തിനായത്? ഇതൊക്കെ എന്ന് പറഞ്ഞ് കണ്ട് മടുത്തില്ലായിരുന്നു. കണ്ട് ബോറടിച്ചാടുന്നു. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാടുന്നു. നിന്നെ തന്നെ എല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് അബി എന്ന് പറയുന്ന അഭിശ്രീ വ്ളോഗിലെ അബിയോട് പറയാനുള്ളത്, ആ ബിഗ് ബോസ് എന്നോ നീ നമ്മളെ വെറുപ്പിച്ചു, നല്ലോണം വെറുപ്പിച്ചു. കാരണം ഏതോ ഒരു ലെവലിൽ എത്തേണ്ട ഒരുത്തനാണ്. അവിടെ കിടത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് അടിയുണ്ടാക്കി അനാവശ്യമായി ഒച്ചയുണ്ടാക്കിയിട്ട് നമ്മളെ വെറുപ്പിച്ച് അവസാനം പുറത്തു പോയായിരുന്നു. നിന്റെ പൊന്നി എങ്ങാതി നീ ദൈവത്തെ ഓർത്തിട്ട് നമ്മളെ വെറുപ്പിക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടാ. നന്ദി, നമസ്കാരം.